ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണവസ്തു. എല്ലാ കോപ്പിക്കോപ്പന്മാർക്കും സാദര പ്രണാമം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കണ്ണനെ കാണാൻ എത്തുന്നവരിൽ മരപ്രഭുവിൻ്റെ ശില്പം എത്ര പേർ കണ്ടിട്ടുണ്ടാവും? മരപ്രഭുവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അവിടെ തന്നെയാണ് ഗുരുവായൂരപ്പൻ്റെ തിടമ്പേന്തിയ പ്രധാന ആനകളിൽ കേശവൻ്റെ പ്രതിമയും ഉള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കളിമൺ ശില്പമാണ് മരപ്രഭുവിൻ്റേത്. ഗുരുവായൂർ ക്ഷേത്രത്തിന് അഭിമുഖമായി നിൽക്കുമ്പോൾ ഇടതുഭാഗത്ത് തെക്കേ നടയിലൂടെ നടക്കുമ്പോൾ ശ്രീവത്സവം ഗസ്റ്റ് ഹൗസിന് മുന്നിലായി ഏകദേശം 52 അടി ഉയരത്തിൽ മരപ്രഭുവിൻ്റെ ശില്പം നിൽക്കുന്നത് കാണാം. ശ്രീ ആലുവ രാമചന്ദ്രൻ എന്ന ശില്പി 1000ഓളം സഹായികളുമായി ചേർന്നാണ് ഈ ശില്പം രൂപകൽപ്പന ചെയ്തത്. ഏകദേശം 3 മാസത്തോളം നീണ്ടുനിന്നു ഈ പ്രവൃത്തിക്കായി. നിലമ്പൂരിൽ നിന്നും 15 ലോഡ് കളിമണ്ണ് ലോറികളിലായി എത്തിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. കൂടാതെ ചന്ദ്രകാന്ത കല്ലുകളും സാളഗ്രാമവും പലതരം ഔഷധങ്ങളും കൂടി ഈ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. മരപ്രഭുവിൻ്റെ ദർശനം ഏതു ദിശയിലേക്കാണെന്ന് കൃത്യമായി പറയാൻ പറ്റാത്തതും അടുത്തു ചെന്ന് പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ നമുക്ക് നേരെ ചാഞ്ഞു നിൽക്കുന്നതുമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നതും ഒരു പോസിറ്റീവ് എനർജി അനുഭവപ്പെടുന്നതും ഭഗവാന്റെ അനുഗ്രഹത്തിൻ്റെ കൃപ തന്നെ, സംശയമില്ല. ഇത് വെറും ഒരു ശില്പം മാത്രമല്ല, ഇതിൻ്റെ പിറകിൽ വലിയൊരു ഐതിഹ്യമുണ്ട്. ഉഷപൂജ കഴിഞ്ഞ് നട തുറന്ന നേരം നാലമ്പലത്തിലെ കിഴക്കേ ചുവരിനോട് ചേർന്ന് ചമ്രം പടിഞ്ഞിരുന്ന് വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയാണ് പൂന്താനം. കണ്ണനെ ഭക്തി കൊണ്ട് അമൃതേത്ത് ഊട്ടുന്നത് പോലെ ആ മധുവാണി കേട്ടുകൊണ്ട് ചുറ്റും ചിലർ നിൽപ്പുണ്ട്, പരിസരം മറന്ന പോലെ. അല്പം മാറി ഗർവൊട്ടും വിടാതെ ഒരാൾ മാത്രം അങ്ങനെ ഒന്നും അറിയില്ലെന്ന മട്ടിൽ നാരായം കൊണ്ട് ഓലയിൽ എന്തോ കുറിക്കുന്നു. ദേവജ്ഞാനിയായ മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരി. പെട്ടെന്ന് ശ്രീകോവിലിൽ നിന്ന് മണിനാഥം മുഴങ്ങി. ഭക്തിപാരവശ്യത്താൽ ആളുകൾ കണ്ണനെ കാണാൻ മുന്നോട്ടാഞ്ഞു. മഞ്ഞപ്പട്ടു ചാർത്തിയ കണ്ണൻ, കയ്യിൽ ഓടക്കുഴലും, മുഖത്ത് വശ്യത നിറഞ്ഞ പുഞ്ചിരി. അത് കള്ളച്ചിരി ആയിരുന്നോ? അപ്പോഴും പൂന്താനം എല്ലാം മറന്ന് പാടുകയായിരുന്നു. അപ്രമേയോ കൃഷീകേശ പത്മനാഭോ മരപ്രഭോ വിശ്വകർമ്മോ മനുസ്തുഷ്ട തവിരോ ധ്രുവ. ആ നിമിഷം ഓലയിൽ നിന്ന് കണ്ണെടുത്ത് കൊണ്ട് മേൽപ്പത്തൂർ ചിരിച്ചു, ഉറക്കെ ചിരിച്ചു. ആളുകൾ അത് ശ്രദ്ധിച്ചു. വായ നിർത്തി പൂന്താനവും. എപ്പോഴാണ് പൂന്താനം ഭഗവാൻ മരപ്രഭു ആയത്? മേൽപ്പത്തൂരിൻ്റെ ചോദ്യം കേട്ടപ്പോഴാണ് പൂന്താനത്തിന് വാക്ക് പിഴ ബോധ്യപ്പെട്ടത്. പത്മനാഭോ അമരപ്രഭു എന്നാണ് ചൊല്ലേണ്ടിയിരുന്നത്. താൻ മരപ്രഭു എന്നാണ് തെറ്റി ഉച്ചരിച്ചത്. തൻ്റെ വാക്ക് പിഴവിൽ ദുഃഖിച്ച് പൂന്താനം തല താഴ്ത്തിയിരുന്നു. അതു കണ്ട് മേൽപ്പത്തൂർ ഗൂഢമായി ആഹ്ലാദിച്ചു. ആ ചുണ്ടിൽ പരിഹാസച്ചിരി വിടർന്നു. ചുറ്റിനും നിന്നവരുടെ ചുണ്ടിലും അത് തത്തിക്കളിച്ചു. ആ നിമിഷം ശ്രീകോവിലിൽ മണിമുഴങ്ങി ഒട്ടൊരു ഹുങ്കാരതാളത്തിൽ. ആ താളത്തിനൊപ്പം ഉയർക്കൊണ്ടത് ഒരു അശരീതിയായിരുന്നു. പിന്നെ മരപ്രഭു ആരാണ്? ഞാൻ മരപ്രഭുവുമാണ്. തൻ്റെ പരമഭക്തനായ പൂന്താനത്തെ വാക്കുകൾ കൊണ്ട് നോവിച്ച മേൽപ്പത്തൂരിൻ്റെ ധാർഷ്ട്യത്തെ ഭഗവാൻ തന്നെ സ്വയം തിരുത്തി പ്രതിരോധിച്ചു. ഞാൻ തന്നെയാണ് അമരപ്രഭു, ഞാൻ തന്നെയാകും മരപ്രഭുവും. ഭഗവാൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുകയായിരുന്നു. മരണമില്ലാത്തവരുടെ പ്രഭുവാണ് അമരപ്രഭു, അതായത് ഒരിക്കലും നാശമില്ലാത്തവൻ. എന്നാൽ മരപ്രഭുവോ എപ്പോൾ വേണമെങ്കിലും നശിച്ചു പോകാവുന്നതും. ഇത് രണ്ടും താൻ തന്നെയാണ്. ഭഗവാന്റെ വെളിപ്പാട് അത് കേട്ട് അതോടെ ഗർവിൻ്റെ പത്തി താഴ്ത്തിയത് മേൽപ്പത്തൂരായിരുന്നു. ഇതിൻ്റെ ഓർമ്മയാണ് ഈ ശില്പം. ഈ ശില്പത്തിൻ്റെ അരികിൽ നമ്മൾ എത്ര മനോവിഷമത്തോടെ എത്തിയാലും
അവിടെ വന്നിരുന്ന് ഒരു 5 മിനിറ്റെങ്കിലും അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മനസ്സിലെ എല്ലാ വിഷമങ്ങളും മാറി നല്ലൊരു പോസിറ്റീവ് എനർജി ആയിട്ട് തിരിച്ചു പോരാവുന്നതാണ്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.